നമ്മുടെ ആറാട്ടണ്ണൻ പിന്നെ ഒരു അലൻ ജോസ് പെരേര ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിൽ അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒരു സമയത്ത് ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ കാട്ടിലെ മരം തേവരടാന വലിയടാ വലിയ എന്നാൽ ഇവർക്കും ഒരു നല്ല സൈഡ് ഇവരെ നന്നാക്കാനാണെങ്കിൽ ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോ ആ ഓപ്ഷൻ അവർ ചൂസ് ചെയ്യണ്ടേ? പടച്ചോൻ കാത്തു. അപ്പൊ നീ ഇന്ന് തന്നെ പോവല്ലോ രാമേന്ദ്ര. ഒരു രാജകുമാരനായി ഞാൻ വാഴുന്നത് നിനക്ക് കാണാം. ഇവരൊക്കെ കാണുമ്പോൾ കല്ലെറിയാൻ സമൂഹം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഗംഭീരടി നടത്തേണ്ടി വരും. കൂടെ ഞാൻ നിൽക്കല്ലേ. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ്? ആവശ്യമില്ലാത്ത പലരെയും ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. എന്തിനാണ് ആവശ്യമില്ലാത്തവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇന്റർവ്യൂ? ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ ഒരു ചെറിയ സംഭവം. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തരം മണപ്പൂർവ്വം കാണിച്ചിട്ടില്ല. ഈ കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ മുന്നിലിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. മോശം കാര്യമാണ്. അല്ല, എനിക്ക് ഇഷ്ടമാണ് ട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ. ശോഭനയോട് പറഞ്ഞിട്ടില്ലേ? മഞ്ജു വാര്യരോട് പറഞ്ഞിട്ടില്ലേ? അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. ഇതൊരു തെറ്റാണോ? ഓരോ ദിവസം ഓരോ അത് വാർത്ത കൊടുക്കുന്ന മറ്റുള്ളവർക്കാണ് തെറ്റ്. സന്തോഷ് ജി ഇപ്പൊ എപ്പോ വന്നാലും പറയുന്നതാ ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയ? ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു ഞാൻ ഒരു ഫോട്ടോ എടുത്ത്. അതെ അതെ, അതാണ് അതിലൊരു ശരി. വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും എന്നെ ചുറ്റുള്ള ഒരു സൂചി ഇടം കിട്ടിയാൽ അവിടെ കിണർ കുഴിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത്. കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് സർ, ഇവർ പല ആളുകളും ജസ്റ്റ് ഫോർ എ ഫൺ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വളരെ ഉത്തരവാദിത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യമാണ്. പറയുന്ന കോമാളിത്തരം അല്ലെങ്കിൽ ചുമ്മാ രസിക്കാനുള്ള സാധനങ്ങളല്ല. ഇവർ ചുമ്മാ ലൈക്കും ഷെയറും ചെയ്ത് ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യും. ഇത് മലയാളികളുടെ ബേസിക് പ്രോബ്ലമാണ്. മിസ്റ്റർ മൈത്രേയൻ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് കോമാളിത്തരം, ഇവനെ നിനക്കറിയോ? അവനാണ് നീ. 2 അപരാധം, 3 അഡൽട്ട. 3 അഡൽട്ട. സാറിന് എത്രയോ വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയത്. അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല. കേരളത്തിലെ പല ആളുകളും സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്തോ എങ്ങനെ എന്തൊരു സ്റ്റേറ്റ്മെന്റ്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? ഇദ്ദേഹം വേറെ ഒരു ലോക പ്രചരണം നടത്തി. അതായത് കേരളത്തിലെ ഭൂരിപക്ഷം പുരുഷന്മാരും സെക്ഷലി വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാ. ഈ അമ്മാമാരാ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ അമ്മാമാരാണ്. അവരാണ് ഏറ്റവും ഫ്രസ്ട്രേറ്റഡ്. ഈ അമ്മാമാരെ ആരാ ജനയൊക്കെയാണോ? ഒരു കഴുതൊക്കെ കാര്യം മനസ്സിലായി. പുരുഷന്മാർക്ക് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ 100% തെറ്റാന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരു 50% ഉണ്ട്. കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഇതുപോലുള്ള കണ്ടന്റ്സിന് പൈസ കൊടുക്കണ്ട. അപ്പൊ പിന്നെ ഇതുപോലുള്ള ആളുകൾ വരൂല. എന്താ സാർ യൂട്യൂബ് ഇങ്ങനെയൊന്നും പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്നായാൽ ആവാൻ സാധ്യതയുണ്ട്. പല നിർത്തുന്നില്ല. ഞാൻ ഈ ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ അദ്ദേഹം തുടരും. കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങാൻ ഇതെനിക്കൊരു ബിസിനസ് ഒന്നുമല്ല. എന്ന് ഇവർ നിർത്തുന്നു അന്ന് അദ്ദേഹം പണി നിർത്തും. കലാപരിപാടി ഇവിടെ വേണ്ട. സാറേ, അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് ഓർ വൈ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവന്റെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും? യൂട്യൂബ് ചാനൽ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചോളം മറ്റുള്ളവനില്ലെങ്കിൽ ഇവർ വട്ടപൂജമാണ്. ഇവർ 3-ാം ചാനൽ മാത്രം. അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. വേറൊരാളെ ചാനൽ 3-ാം ചാനൽ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ ഇളക്കില്ലേ? അദ്ദേഹത്തിന്റെ 3-ാം ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. വീട് മുതലാളി സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ 3-ാം ചാനൽ അല്ലേ ചോദിച്ചേ. തിരിച്ചു നടത്താനാ? ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ.